+1 കൊമേഴ്സ് ഫാമിലി. അപ്പൊ നമ്മുടെ എക്സാമിങ് എത്തി അല്ലെ, മോഡൽ എക്സാം, ഫൈനൽ എക്സാമിന്റെ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പഠനം ഒന്നുകൂടി സ്ട്രോങ് ആക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റും അനലൈസ് ചെയ്ത് പഠിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞല്ലേ. ബിസിനസ് സ്റ്റഡീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് 11 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഈ 11 ചാപ്റ്റേഴ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററും ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള 4 മാർക്ക് മാത്രം വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് MSME ആൻഡ് ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള 9ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതുപോലെ തന്നെ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 4 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലംസ് ഓഫ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് MSME എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലംസ് ഓഫ് MSME. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് MSME നേരിടുന്നത് നോക്കാം അല്ലെ. ഫസ്റ്റ് പ്രോബ്ലം ഫിനാൻസ് തന്നെയാണ്. ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്മോൾ സെക്ടർ ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓണേഴ്സിന്റെ കയ്യിൽ പൈസ വളരെ കുറവായിരിക്കും. അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കുകളെ അപ്രോച്ച് ചെയ്യും. ബാങ്കുകൾ ഒരു കൊലാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ ഇവർക്ക് ലോൺ കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ബാങ്കുകാരെ സംബന്ധിച്ച് എന്താണ്, ഇത്തരത്തിലുള്ള ചെറിയ കുഞ്ഞു ബിസിനസ് ഓർഗനൈസേഷൻസ് എപ്പോൾ വേണമെങ്കിലും ലോസിലാവാം. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ലോൺ തിരിച്ചടക്കാൻ പറ്റാതെ വരും അല്ലെ. അപ്പം ലോണുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ MSMEക്കാർക്ക് എന്ത് കിട്ടില്ല, ലോണ് കിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, നേരെ നമ്മുടെ മണി ലെൻഡേഴ്സിന്റെ അടുത്ത് പോകും അല്ലെ, പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകും. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ എക്സ്പ്ലോയിറ്റേഷൻസ് നേരിടാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ മണി ലെൻഡേഴ്സ് ഒക്കെ അധികം എന്താണ്, ഇങ്ങനെ പൈസ പലിശയ്ക്ക് കൊടുത്തിട്ട് വളരെ കൂടുതൽ പലിശ മേടിച്ച് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MSME ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പുകളൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഈ MSME ഓണേഴ്സിനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവരുടെ തന്നെ റിലേറ്റീവ്സും അവരുടെ തന്നെ ഫ്രണ്ട്സും അല്ലെ, അയൽക്കാരും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റിന് സാധനങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ക്രെഡിറ്റിന് സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താ, ഈ പൈസ ഇവര് തിരിച്ചടയ്ക്കാൻ വൈകുന്നത് അല്ലെ, ഈ ഡ്യൂസ് ഒക്കെ വരുന്നത്. അപ്പൊ എന്താണ്, ഡിലേഡ് പേയ്മെന്റ്സ് ഒക്കെ വരുന്നത് കാരണം എന്ത് വരികയാണ്, നമ്മുടെ MSMEസിന് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയാണ് അല്ലെ. പല ബിസിനസ് ഓർഗനൈസേഷൻസും അന്ന് കിട്ടുന്ന പൈസ കൊണ്ടായിരിക്കും പിറ്റേന്നുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് അവിടെ നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അൺസോൾഡ് സ്റ്റോക്കും ഇവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. സോ ഫിനാൻഷ്യലി ഇവർ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇത്തരത്തിലുള്ള MSMEs കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ക്വാളിറ്റി അത്രത്തോളം അഷ്യൂർ ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോ ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവിടെയും പൈസ ചെലവാണ് അല്ലെ. അപ്പൊ നന്നായിട്ട് പൈസ കൊടുത്ത് റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി കഴിഞ്ഞാലും ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൾക്കാർ വാങ്ങണം എന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ ക്വാളിറ്റി ഇഷ്യൂസ് വരും. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ആപ്റ്റ്. പക്ഷെ കിട്ടാതെ വരുന്ന സമയത്ത് പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പൈസ ചെലവേറിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ ബാർഗെയിനിങ് പവർ എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിരിക്കും. കാരണം എന്താണ്, റോ മെറ്റീരിയൽസ് ഒക്കെ കുറഞ്ഞ അളവിലായിരിക്കും ഇവർ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്ക് കുറെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇവരുടെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒന്നാമത് ഇവർക്ക് ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ല. അതുപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി, റോ മെറ്റീരിയൽസ് ബൾക്കായിട്ട് വാങ്ങിക്കഴിഞ്ഞാലും ഇവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് കുറഞ്ഞ അളവിൽ സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ട് തന്നെ ബാർഗെയിനിങ് പവർ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഈ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ മെറ്റൽസ്, കെമിക്കൽസ് ഒക്കെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവണമെന്നില്ല. സോ റോ മെറ്റീരിയൽസ് വഴി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മാനേജീരിയൽ സ്കിൽസ്. നമുക്കറിയാം ഒരു ബിസിനസ് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സ്കിൽസ് ആവശ്യമാണ്. പക്ഷെ ഇപ്പോൾ ഒരു MSMEയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ മാനേജേഴ്സും ഓണേഴ്സും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസും ഒക്കെ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ലേബേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ എവിടെ ഉണ്ടായിരിക്കുക, MSMEയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അവർക്ക് അത്രത്തോളം മാനേജീരിയൽ സ്കിൽസ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ പുറത്തുനിന്ന് നല്ല മാനേജീരിയൽ സ്കിൽസ് ഒക്കെ ഉള്ള ആൾക്കാരെ അപ്പോയിന്റ്
ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? നല്ല സാലറി ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവ് ആർക്ക് ഉണ്ടാവണമെന്നില്ല? MSMEസിന്റെ ഓണേഴ്സിന് ഉണ്ടാവണമെന്നില്ല. സോ മാനേജീരിയൽ സ്കിൽസും ഇത്തരത്തിലുള്ള MSMEs നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ലേബർ നേരത്തെ പറഞ്ഞല്ലേ, നല്ല സ്കില്ലുള്ള, നല്ല എബിലിറ്റീസ് ഉള്ള, ക്വാളിഫിക്കേഷൻസ് ഉള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യണമെങ്കിൽ നന്നായിട്ട് സാലറീസും ഇൻസെന്റീവ്സും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ MSMEസിനുണ്ടോ? ഇല്ല. സോ അവര് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ ലേബേഴ്സ് ആയിട്ട് വെക്കും. അപ്പൊ അവിടെ ലോ പ്രൊഡക്ടിവിറ്റി, ഹൈ ലേബർ ടേൺ ഓവർ, ഡിഫിക്കൽട്ടി ഇൻ അട്രാക്ടിങ് സ്കിൽ ലേബർ ഒക്കെ വരും അല്ലെ. നമ്മൾ നന്നായിട്ട് സാലറി കൊടുത്താൽ നല്ല സ്കില്ലുള്ള ആൾക്കാർ ജോലി തേടി വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി ഒക്കെ അവിടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ലേബർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള MSME ഓണേഴ്സിന് വളരെ കുറവായിരിക്കും അല്ലെ. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് ആൾക്കാരിലേക്ക് എത്തണം എന്നില്ല. ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് മാർക്കറ്റിംഗ് അവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കഴിവുകൾ നമ്മുടെ MSMEs ഓണേഴ്സിന് ഉണ്ടാവണം എന്നില്ല. പുറത്ത് ഒരു മിഡിൽ മാനിനെ വെച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ നല്ല പൈസ ചെലവ് ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ മാർക്കറ്റിംഗിന്റെ കേസിലും നമ്മൾ MSMEs വളരെ വീക്ക് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ക്വാളിറ്റി ആണ്. ഇപ്പം MSMEനെ സംബന്ധിച്ച് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് റീസണബിൾ പ്രൈസിന് സാധനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അത്ര ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള MSMEസിൽ നിന്ന്. ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതുപോലെ തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഒരിക്കലും MSMEസിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനോ സേവനങ്ങൾ കൊടുക്കാനോ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ കൂടുതലും കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താ? കുറെ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ച് ആൾക്കാർ വാങ്ങണമെന്നില്ല. അവിടെ ലോ ഡിമാൻഡ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്കിൽസും വളരെ കുറവാണ്. അതുകൊണ്ട് കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ച് അത് ആൾക്കാർ വാങ്ങണം എന്നില്ല. അപ്പൊ നമ്മൾ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽ ഒക്കെ കിട്ടുള്ളൂ അല്ലെ. നമ്മുടെ എക്സ്പെൻസ് കുറയുള്ളൂ. അപ്പൊ അതൊന്നും ഈ ഒരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം MSME നേരിടുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ കോമ്പറ്റീഷൻ. നമുക്കറിയാം MSMEs നമ്മുടെ ലാർജ് ബിസിനസ് യൂണിറ്റിൽ നിന്ന് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. അത് കൂടാതെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് നമുക്ക് ലോകമെമ്പാടും അവൈലബിൾ ആണ്. സോ ഗ്ലോബൽ കോമ്പറ്റീഷനും ഇത്തരത്തിലുള്ള MSME നേരിടുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത്രയുമാണ് പ്രോബ്ലംസ് ഓഫ് MSME നേരിടുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള ടിപ്സ് ആയിട്ടും ടെക്നിക്സ് ആയിട്ടും ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.